ഏഷ്യയിലെ ഏറ്റവും വലിയ ഡ്രൈവ്-ഇൻ ബീച്ചായ മുഴപ്പിലങ്ങാടിന് തിലകക്കുറിയായി അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള റിസോർട്ടും വരുന്നു. ഇസൈൽ റിസോർട്ടാണ് ഈ വമ്പൻ പ്രൊജക്ട് പ്രഖ്യാപിച്ചത്. കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് പ്രൊജക്ടിന് പ്രഖ്യാപനം നടത്തി. മുഴപ്പിലങ്ങാട് മാറുകയാണ്. ഉത്തര കേരളത്തിന്റെ പ്രധാന ടൂറിസം ഹബ്ബായി ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഡ്രൈവിംഗ് ബീച്ച് മാറുമ്പോൾ അതിനൊപ്പം ആഡംബര റിസോർട്ടുകളും മുഴപ്പിലങ്ങാട് ഒരുങ്ങും. ഇസൈൽ സിഗ്നേച്ചർ റിട്രീറ്റാണ് വമ്പൻ പ്രൊജക്ട് അവതരിപ്പിച്ചത്. കൊച്ചിയിലെ താജ് വിവാന്തിയിൽ നടന്ന ചടങ്ങിൽ ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസ് പ്രൊജക്ടിന്റെ പ്രഖ്യാപനം നടത്തി. Yes, this is our brand new project, Iseil, our signature retreat. നിറഞ്ഞ കൈയടികൾ കൊടുത്തുകൊണ്ട് നമുക്ക് ഈ നിമിഷത്തിന് സാക്ഷ്യം വഹിക്കാം. പ്രിയമുള്ളവരെ, സ്വകാര്യ നിക്ഷേപകരെ ഈ മേഖലയിൽ വലിയ നിലയിൽ ആവശ്യമുണ്ട്. അത്തരമൊരു സ്വകാര്യ നിക്ഷേപ പദ്ധതിയുടെ പ്രഖ്യാപനം ഇവിടെ നിർവഹിക്കാൻ കഴിഞ്ഞതിലേറെ സന്തോഷമുണ്ട്. ഇസൈൽ എന്ന ലക്ഷറി റിസോർട്ട് പദ്ധതിയുടെ ഔപചാരികമായ പ്രഖ്യാപനം വളരെ സന്തോഷത്തോടു കൂടി നിർവഹിച്ചതായി അറിയിക്കുന്നു. മുഴപ്പിലങ്ങാട് ബീച്ചിന്റെ വികസനത്തിനായി സർക്കാർ നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇതിന്റെ ആദ്യഘട്ടം പൂർത്തിയായി. 2ഉം 3ഉം ഘട്ടങ്ങൾ കൂടി പൂർത്തിയാകുമ്പോൾ ബീച്ചിന്റെ മുഖച്ഛായ തന്നെ മാറും. ആ പദ്ധതികൾക്കൊപ്പം ഇസൈൽ റിസോർട്ട് കൂടി വരുന്നത് ടൂറിസം രംഗത്ത് മുഴപ്പിലങ്ങാടിന്റെ അടയാളപ്പെടുത്തലാകുമെന്ന് മന്ത്രി പറഞ്ഞു. മുഴപ്പിലങ്ങാട് ബീച്ചിന്റെ മാറ്റം പൊതുവെ ഇപ്പൊ തന്നെ ശ്രദ്ധ നേടിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ അത് വലിയ നിലയിലേക്ക് വൈറലായതാണ്. ഒരു ഡെസ്റ്റിനേഷൻ എന്നുള്ള നിലയിൽ മുഴപ്പിലങ്ങാട് കൂടുതൽ പ്രചാരം നേടാൻ വേണ്ടി പോകുന്ന ഒരു സ്ഥിതിയാണുള്ളത്. ഏതൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനും അത് വിജയകരമായി മാറുന്നത് അതിൻ്റെ ഹോസ്പിറ്റാലിറ്റി സൗകര്യങ്ങൾ കൂടി ഉണ്ടാകുമ്പോഴാണ്. 2021 മെയ് 20 ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാം, കോവിഡ് രൂക്ഷമായിരുന്നു. തൊട്ടടുത്ത വീട്ടിൽ പോലും നമുക്ക് പോകാൻ വേണ്ടി പറ്റാത്ത സ്ഥിതി ഉണ്ടാകുമ്പോൾ ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ പോകുന്നത് ആലോചിക്കാൻ തന്നെ പറ്റാത്ത സ്ഥിതിയാണ്. അന്ന് ഞങ്ങൾ നടത്തിയൊരു പഠനത്തിൽ കേരളത്തിൻ്റെ ടൂറിസം മേഖല കൂടുതൽ വളരണമെങ്കിൽ മലബാർ ടൂറിസം മേഖല കൂടുതൽ മുന്നോട്ട് വരേണ്ടതുണ്ട് എന്ന് കണ്ടു. അപ്പോൾ ഇങ്ങനെ നമുക്ക് സ്വകാര്യ നിക്ഷേപത്തിന് വലിയ മുൻതൂക്കം നൽകുന്ന ഒരു ഘട്ടത്തിൽ പ്രത്യേകിച്ച് ടൂറിസം ഇൻവെസ്റ്റേഴ്സ് മീറ്റൊക്കെ ടൂറിസം മേഖലയിൽ നടത്തി അതിൻ്റെ ഒരു റിസൾട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ഫലം വരുന്നൊരു വർഷം 2025 ആയിരിക്കും. ആ ഘട്ടത്തിലാണ് ഇസൈൽ കൂടി കടന്നെത്തുന്നു എന്നുള്ളത് വളരെ സന്തോഷകരം. കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വലിയ റിസോർട്ടായിരിക്കും ഇസൈൽ സിഗ്നേച്ചർ റിട്രീറ്റ് ഒരുക്കുക. വിശാലമായ കൺവെൻഷൻ സെന്റർ, ബോട്ട് മീറ്റിംഗ് ഹാൾ, പൂൾ വില്ല എന്നിങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും പ്രൊജക്റ്റിൽ ഉണ്ടാകും. 24 ന്യൂസ് ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായർ ഇസൈൽ റിസോർട്ടിന്റെ ബ്രോഷർ പ്രകാശനം നിർവഹിച്ചു. റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് MDയും മാനേജിംഗ് എഡിറ്ററുമായ ആന്റോ അഗസ്റ്റിൻ ഇസൈൽ റിസോർട്ടിന്റെ ലോഗോ പ്രകാശനം ചെയ്തു. ന്യൂസ് മലയാളം 24/7ന്റെയും ന്യൂസ് തമിഴ് 24/7ന്റെയും ചെയർമാൻ ഷഖിലൻ പത്മനാഭൻ, കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ, കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിന്റെ CEOയും ഡയറക്ടറുമായ ഫർഹാൻ യാസിൻ, അസറ്റ് ഹോംസ് MD V. സുനിൽകുമാർ, മൈൻഡ്സ് ഐ കൺസൾട്ടൻസി ഇന്റർനാഷണൽ CEO ഡോക്ടർ പോൾ തോമസ്, ഇസൈൽ പ്രൊമോട്ടർ ഡയറക്ടർ സുരേഷ് ചന്ദ്രൻ, ഇസൈൽ പ്രൊമോട്ടറും യെല്ലോ ക്ലൗഡിന്റെ സ്ഥാപകനും ചെയർമാനുമായ M. ശിവപ്രസാദ്, കേരള വിഷൻ ന്യൂസ് മാനേജിംഗ് ഡയറക്ടറും ഇസൈലിന്റെ പ്രൊമോട്ടർ ഡയറക്ടറുമായ പ്രിജേഷ് ആച്ചാണ്ടി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.